ഒരു കോളേജിൽ നിന്ന് 2-3 കുട്ടികൾ മാത്രമാണ് ഒരു പക്ഷേ മോശമായിട്ടുണ്ടാവുക. പക്ഷേ പൊതുവിൽ മൊത്തത്തിൽ പറയാം ആ കോളേജിലെ കഥയൊക്കെ നോക്കാൻ പറയില്ല. അവിടെയുള്ളവരൊക്കെ മോശക്കാരാണ്, അവരൊക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടവർ മോശക്കാരാണെന്ന് പറഞ്ഞാളേ. അങ്ങനെയുള്ള നെഗറ്റീവായുള്ള ചിന്തകളെയാണ് മനുഷ്യ മനസ്സിനെ കൂടുതലധികം സ്വാധീനിക്കുക. ഇതൊരു പരിധി വരെ ഇവിടെ വളരെയധികം പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഴങ്ങളിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഉണ്ടാവുക. ഇനി കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ലഹരിക്ക് വിധേയരാകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് കാര്യമായിട്ടൊന്നും സ്കൂളിൽ നിന്ന് ലഭിക്കുന്നില്ല, കോളേജിൽ നിന്ന് ലഭിക്കാനില്ല എന്നൊരു തോന്നൽ ചില കുട്ടികൾക്ക് ഉണ്ടായിത്തീരുകയാണ്. ഞാൻ ഈ അധ്വാനിക്കുന്നതനുസരിച്ച് ഇത്രയും കാശ് ചിലവാക്കി എൻ്റെ പിതാവ് എന്നെ പഠിപ്പിക്കുന്നതനുസരിച്ച് എനിക്ക് അവിടുന്ന് ഒന്നും ലഭിക്കാനില്ല എന്നൊരു തോന്നലുണ്ടാവുമെന്നും ചില കുട്ടികളെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ മറ്റ് സമയങ്ങളൊക്കെ അവർ കൂട്ടുകൂടി അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ആസ്വദിച്ച് അതിനിടയിൽ ഒരു ആസ്വാദനത്തിന് കുറച്ചും കൂടി ആക്കം കൊടുക്കാൻ പറ്റുന്ന ഒന്നിലേക്ക് തൻ്റെ സുഹൃത്ത് ക്ഷണിക്കുമ്പോൾ അവരതിലേക്ക് ചേർന്നു എങ്കിൽ തെറ്റ് പറയാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. നല്ല കുട്ടികളാണ് ഇവരൊക്കെ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് മെഡിസിന് പോകണം, എൻജിനീയറിംഗ് പോകണം, ഉയർന്ന കമ്പ്യൂട്ടർ സയൻസിൽ ഉയർന്ന സ്ഥാനം കിട്ടണം, നല്ലൊരു എൻജിനീയർ ആവണം, നല്ലൊരു സാഹിത്യകാരനാവണം, നല്ലൊരു കലാകാരനാവണം എന്നൊക്കെ ഇവരുടെ മോഹം അവരുടെ മനസ്സിലായില്ല. അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് മോഹങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ കുറച്ച് ധൃതിയിൽ വേഗതയിൽ തൻ്റെ മനസ്സ് പ്രവർത്തിക്കാൻ ഞാനെന്ത് ചെയ്യണം, ഇതിന് ചില യുക്തിയുണ്ടോ, അതിന് ചില മെഡിസിനുണ്ടോ, വേഗതയിൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ട് കൂടുതൽ മനസ്സിലിത് ഓർമ്മിപ്പിച്ച് 4 ദിവസം കൊണ്ട് എല്ലാം മനസ്സിലാക്കി പരീക്ഷ എഴുതി പിന്നെ പുറത്ത് വന്നാലും എല്ലാം മറന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന യുക്തി പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ പോകാൻ തയ്യാറാണ്. ട്യൂഷനൊക്കെ ദീർഘകാലം പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ഭേദം നോക്കിയത് ഉടനെ തന്നെ മനസ്സിൽ പതിയുകയും നാളെ മറന്നാലും വേണ്ടില്ല പരീക്ഷകളത് എത്തിക്കാൻ സാധിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന തരത്തിൽപ്പെട്ട കുട്ടികൾ ചിലരെന്നെ സമീപിച്ച് പറയാറുണ്ട്, സർ ഞാനൊരു എളുപ്പവഴിയൊരു ആലോചിച്ചപ്പോഴാണ് എനിക്കിത് തോന്നിപ്പോയത്. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിന് വളരെ വലിയ ആവേശം കിട്ടും, യുക്തിയും ബുദ്ധിയൊക്കെ വരും, എല്ലാം അഭിനയിക്കാനും എല്ലാം അവതരിപ്പിക്കാനും എല്ലാ തരത്തിലുള്ള കഴിവുകളും കലകളും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മനസ്സിനെ വളർത്തിയെടുക്കാൻ ഈ വസ്തുവിന് സാധിക്കും. നിനക്ക് ഒരു ദോഷം വരാൻ പോകുന്നില്ല, തൽക്കാലം അത് ഉപയോഗിച്ചോ, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നീ അത് മാറാം എന്ന് പറഞ്ഞെങ്കിലും ഇതിനെ ആദ്യം ഒന്ന് സ്വാധീനിക്കുകയും പിന്നീട് അവൻ അതിൽ നിന്ന് വിട്ടുപോകാതെ അതേ അവസ്ഥയിൽ നിലനിർത്താൻ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും അതിന് അടിമയായി തീരുകയും ചെയ്തവരും കുറവല്ല.